CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കടങ്ങോട് പഞ്ചായത്തിലെ ചിറമനേങ്ങാട് കണലിപ്പാറപ്പുറത്ത് വെടിമരുന്ന് പടക്ക സംഭരണശാല ആരംഭിക്കുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ജനവാസ കേന്ദ്രത്തിന് സമീപം വെടിമരുന്ന് സംഭരണശാല പ്രവർത്തനം ആരംഭിക്കുന്നത് നാട്ടുകാരെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. രമ്യ ഹരിദാസ് MPയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിനെ ചൊല്ലി കുന്നംകുളം കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധം. MP ഫണ്ട് ഉപയോഗിച്ച് 6 കോൺഗ്രസ് വാർഡ് കൌൺസിലർമാരുടെ വാർഡുകളിൽ മാത്രം ലൈറ്റുകൾ സ്ഥാപിച്ചത് പുനഃപരിശോധിക്കണമെന്ന് കൌൺസിലിൽ ആവശ്യമുയർന്നു. പുറകോട്ടിറങ്ങിയ പിക്കപ്പ് ലോറി ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് അപകടം. കുന്നംകുളം ഹെർബർട്ട് റോഡിന് സമീപത്തെ സ്ഥാപനത്തിലേക്ക് സാധനങ്ങളുമായി എത്തിയ മിനി പിക്കപ്പ് ലോറി പുറകോട്ടിറങ്ങിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ആസന്നമായ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരും മുൻപേ പ്രചരണ രംഗത്ത് കളം പിടിച്ച മുന്നണികൾ. പ്രധാനമന്ത്രിയുടെയും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും പ്രചരണ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലാണ് ശക്തമായ മത്സരത്തിന്റെ നാന്ദി കുറിച്ച് ചുവരെഴുത്തുകളും പോസ്റ്ററുകളും നിറഞ്ഞിരിക്കുന്നത്. അണ്ടത്തോട് രാമച്ചപ്പാടത്തിന് തീപിടിച്ചത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി. ബീച്ച് റോഡിലുള്ള പാലപ്പെട്ടി സ്വദേശി സുനിയുടെ ഉടമസ്ഥതയിലുള്ള രാമച്ചപ്പാടത്തിനാണ് തീപിടിച്ചത്. പഴഞ്ഞി പട്ടിത്തടത്ത് വീടിന് തീപിടിച്ചു. ഓടേരിയിൽ അശോകന്റെ വീടിനാണ് തീപിടിച്ചത്. പ്രസിദ്ധമായ പഴഞ്ഞി അരുവായ് ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്ര പൂരവേല മഹോത്സവം ഫെബ്രുവരി 25-26 തീയതികളിൽ ആഘോഷിക്കും. പുന്നയൂർ കുരഞ്ഞിയൂരിൽ വാൾക്കാട്ടി യുവാവിനെ ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോൺ കവർന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. മാവിൻചുവട് മുണ്ടാറയിൽ മുഹമ്മദ് ഷിഫാൻ, ചമ്മന്നൂർ ചേമ്പലക്കാട്ടിൽ അബു താഹിർ എന്നിവരാണ് അറസ്റ്റിലായത്. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര കുന്നംകുളത്ത് പര്യടനം നടത്തി. പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന പദയാത്രയുടെ ഉദ്ഘാടനം BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി നിർവഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റത്തിന് മുന്നോടിയായി ദീപാരാധനയ്ക്ക് ശേഷം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തന്ത്രി ദിനേശൻ നമ്പൂതിരിപ്പാടിന് കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നിർവഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവം 2ാം ദിവസത്തിലേക്ക് കടന്നതോടെ തങ്കത്തിടമ്പും കോലവും എഴുന്നള്ളിച്ചുള്ള ഗുരുവായൂരപ്പന്റെ രാജകീയ പ്രൌഢിയോടെയുള്ള എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ഭക്തർക്ക് ദർശന സായുജ്യമായി ഗുരുവായൂരപ്പൻ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളി. ഉത്സവത്തിന്റെ 2ാം ദിവസം മുതൽ ആറാട്ട് വരെയുള്ള ദിവസങ്ങളിൽ ഭഗവാൻ പഴുക്കാമണ്ഡപത്തിലാണ് എഴുന്നള്ളുന്നത്. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് തുടങ്ങി. ഊരകം AUP സ്കൂളിലെ 1ഉം 2ഉം ബൂത്തുകളിൽ രാവിലെ മുതൽ വോട്ട് ചെയ്യാനായി നീണ്ട നിരയാണ് പ്രത്യക്ഷമായത്. TN പ്രതാപൻ MP നയിക്കുന്ന സ്നേഹസന്ദേശയാത്രയിലെ സ്നേഹസന്ദേശ തട്ടുകട വേറിട്ട കാഴ്ചയായി. ഫെബ്രുവരി 19-ന് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നിന്ന് സാറ ജോസഫാണ് സ്നേഹസന്ദേശ തട്ടുകട ഉദ്ഘാടനം ചെയ്തത്. TN പ്രതാപൻ MP നടത്തിയ സ്നേഹസന്ദേശയാത്രയ്ക്ക് പുന്നയൂർ പഞ്ചായത്ത് അതിർത്തിയിൽ സ്വീകരണം നൽകി. പുന്നയൂർ അകലാട് ബദർപള്ളിയിൽ നാട്ടിലെ യുവാക്കളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ താഴ്ത്തങ്ങാടി ഫെസ്റ്റ് ആഘോഷിച്ചു. സംസ്ഥാനത്തെ മികച്ച വില്ലേജ് ഓഫീസറായി കടവല്ലൂർ പഞ്ചായത്തിലെ കരിക്കാട് വില്ലേജ് ഓഫീസർ ML സന്ധ്യയെ തിരഞ്ഞെടുത്തു. അമല മെഡിക്കൽ കോളേജിൽ മാതൃഭാഷാ ദിനാചരണം സംഘടിപ്പിച്ചു. കാട്ടകാമ്പാൽ നടുമുറിയിൽ കിണറ്റിൽ വീണ ആടിനെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. പാലാട്ടുമുറി കോട്ടക്കുന്നത്ത് സോമന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെ കിണറിലാണ് ആട് വീണത്. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്ര മൈതാനത്ത് നക്ഷത്രവന നിർമ്മാണം ആരംഭിച്ചു. ഇതോടെ ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.